നവംബർ 22 കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധ സിസിലിയുടെ തിരുനാളിൽ ആഗോളസഭ. വിശുദ്ധ സിസിലി ഒരു ഉത്തമ കുടുംബത്തിൽ ജനിച്ച റോമാക്കാരിയാണ്. ക്രിസ്തുമത തത്വങ്ങൾ അവർ ശരിക്ക് അഭ്യസിച്ചിരുന്നു. യൗവനത്തിൽ തന്നെ അവൾ നിത്യകന്യാത്വം നേരുകയുണ്ടായി. എന്നാൽ മാതാപിതാക്കന്മാർ വലേറിയൻ എന്ന കുലീന യുവാവിനെ വിവാഹം കഴിക്കാൻ സിസിലിയയെ നിർബന്ധിച്ചു. ഭർത്താവിനോട് സിസിലി പറഞ്ഞു, ഒരു രഹസ്യം പറയാനുണ്ട്. ഒരു ദൈവദൂതൻ എന്നെ സൂക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് താങ്കൾ അറിയണം. വിവാഹമുറയ്ക്ക് എന്നെ സ്പർശിച്ചാൽ ദൈവദൂതൻ കോപിക്കും. അങ്ങ് സഹിക്കേണ്ടതായി വരും. എന്റെ നിത്യകന്യാത്വം അങ്ങ് സമാദരിക്കുകയാണെങ്കിൽ എന്നെ സ്നേഹിക്കുന്നത് പോലെ ആ ദൂതൻ അങ്ങയെയും സ്നേഹിക്കും. ആ ദൂതനെ ഞാൻ കാണട്ടെ, എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് ഭർത്താവ് അവളോട് പറഞ്ഞു. ഏക സത്യദൈവത്തിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ടാൽ താങ്കൾക്ക് ആ ദൈവദൂതനെ കാണാൻ കഴിയുമെന്ന് അവൾ പറഞ്ഞു. അവനത് അനുസരിച്ചു. വലേറിയനെ ബിഷപ്പ് ഉർബൻ ജ്ഞാനസ്നാനപ്പെടുത്തി. തിരിച്ചു വന്നപ്പോൾ ദൈവദൂതനെ വലേറിയൻ കണ്ടു. ഈ വിവരം അവന്റെ സഹോദരൻ തിബുർത്തിയോസിനെയും അറിയിച്ചു. അദ്ദേഹവും ജ്ഞാനസ്നാനപ്പെട്ടു. താമസിയാതെ അവർ രണ്ട് സഹോദരന്മാരും രക്തസാക്ഷിത്വ മകുടം ചൂടി. അവരുടെ കൂടെ ഇതിന് സാക്ഷിയായിരുന്ന റോമൻ ഉദ്യോഗസ്ഥൻ മാക്സിമൂസും രക്തസാക്ഷിയായി. ശേഷം സിസിലിയയെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ രാജവിധിയുണ്ടായി. അവളെ ഒരു തീച്ചൂളയിൽ 1.5 ദിവസം ഇട്ടു. എന്നാൽ അഗ്നി അവളുടെ ശരീരത്തെ തൊട്ടില്ല. ഒരു തലമുടി നാര് പോലും കരിഞ്ഞില്ല. പിന്നീട് ഒരു ആരാച്ചാര് വന്ന് നിയമപ്രകാരം 3 പ്രാവശ്യം വെട്ടി. തല പകുതി മുറിഞ്ഞ് തറയിൽ 2 ദിവസം ജീവനോടെ കിടന്നതായും അവസാനം തന്റെ താതന്റെ സന്നിധിയിലേക്ക് അവൾ യാത്രയാകുകയും ചെയ്തു. വിശുദ്ധ സിസിലിയയുടെ ജീവചരിത്രകാരൻ പറയുന്നത് പുണ്യവതി വാദ്യമേളങ്ങളോടുകൂടി ദൈവസ്തുതി പാടിയിരുന്നുവെന്നാണ്. അതിനാൽ വിശുദ്ധ സിസിലിയയെ ദേവാലയ സംഗീതത്തിന്റെ മധ്യസ്ഥയായി സഭ വണങ്ങുന്നു. വിശുദ്ധ സിസിലിയയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.